വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ ഗോപാലകൃഷ്ണൻ ആളുകളുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും അസുഖമൊക്കെ കുറച്ച് ഭേദമാക്കാനും ഒക്കെ ആയിട്ട് കുടുംബശ്രീ ഹോട്ടലിൻ്റെ കൗണ്ടറിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ്. പിന്നീട് ഇരിക്കാനൊക്കെ സുഖമൊക്കെ ഉണ്ട്, ഇവിടെ നിന്നല്ലേ നീ ഒരു IAS കാരി സംഭാവന ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ശാലിനിയുടെ വിഷമങ്ങളെക്കുറിച്ചൊക്കെ ശാരദാമ്മ സംസാരിക്കുകയാണ്. അന്നേരം ഇതിനൊന്നും പഴയ സ്കോപ്പൊന്നുമില്ല, നിങ്ങൾ പുതിയ വല്ല കാര്യങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ് ശാന്ത സംസാരം അവിടെ നിർത്തുകയാണ്. തുടർന്ന് നീ ഹോട്ടലിൽ നോക്ക്, ഞാൻ കുറച്ച് പലഹാരങ്ങൾ കൂടി ഉണ്ടായിക്കൊണ്ടുവരാം പറഞ്ഞ് ശാരദാമ്മയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിനകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം ഗോപാലകൃഷ്ണൻ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണെന്ന് ശാന്തയോട് തിരക്കുമ്പോൾ ആ ഡ്രോയറിലൊരു ബുക്ക് ഇരിപ്പുണ്ട്, അതിലെഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ശാന്ത ജോലികളൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്താണ് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് പപ്പി അങ്ങോട്ടത്തേക്ക് കയറി വരുന്നത്. അന്നേരം ഇതല്ലേ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം കുഞ്ഞിൻ്റെ സംസാരമൊക്കെ കണ്ടിട്ട് രണ്ടുപേരും അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം അതേന്ന് പറയുകയാണ്. തുടർന്ന് ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്, ഇവിടെ എവിടെ ഇരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മോൾ ആരുടെ കൂടെയാണ് വന്നത് എന്നിങ്ങനെ ശാന്ത ചോദിക്കുകയാണ്. അന്നേരം ആരുടെയെങ്കിലും കൂടെ വന്നാലേ ഭക്ഷണം തരുവോളോ എന്നിങ്ങനെ എടുത്ത വായിൽ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിൻ്റെ സംസാരം കേട്ടിട്ട് ശാന്ത ഇങ്ങനെ ഗോപാലകൃഷ്ണൻ നോക്കുകയാണ്. അന്നേരം ഞാൻ ചോദിക്കാം എന്നിങ്ങനെ ആ കുട്ടിയുടെ സംസാരത്തിൻ്റെ അതേ രീതിക്ക് തിരിച്ച് ഗോപാലകൃഷ്ണന് സംസാരിക്കുകയാണ്. മോൾ അങ്ങോട്ട് ഇരിക്കുക, മാഡം അങ്ങോട്ട് ഇരിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ആ ശരി എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് മെനു എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാന്തയ്ക്ക് മനസ്സിലാകുന്നില്ല. അന്നേരം മെനു എന്ന് പറഞ്ഞ് മേശയിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അന്നേരം എന്താ ഗോപാലേട്ട ഈ കുട്ടി മോളി ചോദിക്കുന്നത്, മനു അതാരാ എന്നിങ്ങനെ ശാന്ത ചോദിക്കുമ്പോൾ മനു അല്ല മെനു, അത് ഈ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഭക്ഷണ സാധനങ്ങളുടെ പേരും വിലയൊക്കെ എഴുതി വെച്ചൊരു കാർഡ് കൊടുക്കില്ലേ, അതാണ് ചോദിക്കുന്നതെന്ന്. അന്നേരം ശാന്ത പറയുന്നുണ്ട് അതൊന്നും ഇവിടെ ഇല്ല മോളെ, മോൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. അന്നേരം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ഇങ്ങനെ പപ്പി മോള് തിരിച്ച് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടാക്കി തരുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പുട്ട് വേണമെന്ന് പറയുകയാണ്. അന്നേരം അത് ഈസി അല്ല, മണി പോലത്തെ പുട്ട് ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് ശാന്ത പറയുമ്പോൾ മണി പോലത്തെ പുട്ടല്ല, തെങ്ങിൻ്റെ അത്രയും നീളമുള്ള പുട്ട് വേണമെന്ന് പറയുകയാണ്. അന്നേരം ശാന്തയും ഗോപാലകൃഷ്ണനും അങ്ങ് പെടുകയാണ്. കുഞ്ഞിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അവർക്കൊക്കെ അങ്ങ് അതിശയമാണ്. അന്നേരം തെങ്ങിൻ്റെ അത്രയും നീളമുള്ള പുട്ടോ അതൊന്നും ഇവിടെ കിട്ടില്ല, വേണമെങ്കിൽ സാധാ പുട്ടും കടലയും തരാം, അല്ലെങ്കിൽ പാലപ്പവും സ്റ്റൂവും തരാമെന്ന് പറയുകയാണ്. അന്നേരം നിങ്ങളല്ലേ പറഞ്ഞത് എന്തും ഉണ്ടാക്കി തരാമെന്ന്, ഇതല്ലേ ശാരദാമ്മയുടെ കുടുംബശ്രീ, ശാരദാമ്മയെ വിളിക്കുമെന്ന് പറയുക. അന്നേരം രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് വന്ന് നോക്കുന്നുണ്ട്. തുടർന്ന് ശാന്തയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് പോയി ശാരദാമ്മയോട് പോയി പറയുകയാണ്, ആരോ മനഃപൂർവ്വം ആ കൊച്ചിനെ നമ്മളെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്, തെങ്ങിൻ്റെ അത്രയും നീളമുള്ള പുട്ടോ അതൊക്കെ എങ്ങനെ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് അതൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ പാത്രത്തിൽ ഇല വെച്ച് അടച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പാത്രം പപ്പിമോളുടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ചായയും വയ്ക്കുന്നുണ്ട്. തുടർന്ന് ഇല എങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു നൂൽപുട്ടാണ് കാണിക്കുന്നത്. അന്നേരം ഇതല്ലേ മോൾ ഉദ്ദേശിച്ച തെങ്ങിൻ്റെ എത്ര നീളമുള്ള പുട്ടെന്ന് ചോദിക്കും. അതേന്നും പറഞ്ഞ് പപ്പി അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവുമെന്ന്. അന്നേരം ഈ നൂലുകൾ പോലെയുള്ള ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ തെങ്ങിൻ്റെ അത്ര ഉണ്ടാവില്ലേ, അതൊക്കെ കൊച്ചുങ്ങളുടെ മനസ്സിലൊരു ചെപ്പടി വിദ്യയാണ്, കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഒരു കടങ്കഥ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനെ ഏറ്റുപിടിക്കുകയാണ്, ഞാൻ അപ്പോഴേ ശാന്തയോടത്ത് പറഞ്ഞതാണ്, പക്ഷേ ശാന്ത അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ കൊച്ചിനേക്കാളും കടത്തി വിട്ടുമല്ലോ ഗോപാലേട്ടാന്നും പറഞ്ഞ് ശാന്ത സംസാരിക്കുകയാണ്. തോന്നുന്നു എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. മോള് കഴിക്കുക എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്താണ് സത്യ പപ്പി എന്നും പറഞ്ഞ് ഓടി വരുന്നത്. അന്നേരം ആദ്യം അത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് സത്യയെ നോക്കി ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പപ്പി എന്ന് വിളിച്ചത് ശാരദാമ്മ ഇങ്ങനെ ഓർക്കുന്നത്. തുടർന്ന് ഹായ് സത്യ എന്നും പറഞ്ഞിട്ട് പപ്പി കഴിക്കാനിരുന്നിടത്ത് നിന്നും എണീച്ച് ഓടി സത്യ വന്നങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് പപ്പി എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഇതാണ് ശാരദാമ്മ എൻ്റെ ഫ്രണ്ട് പപ്പി എന്നിങ്ങനെ സത്യമോള് പറയുമ്പോൾ പപ്പി മോളുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് ശാരദാമ്മ. എന്നിട്ട് അയ്യോ എൻ്റെ പൊന്നു മോള് എന്നും പറഞ്ഞ് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയും കവളിലും മുഖത്തും നെറ്റിയിലും ഒക്കെ അങ്ങ് തുരുതുര ഉമ്മ വയ്ക്കുകയാണ്. കണ്ടില്ലേ ഗോപാലേട്ട, നമ്മുടെ പപ്പി മോൾ എന്തൊരു വെളുപ്പാണെന്ന് നോക്കിയതേ, കുഞ്ഞി കൈയും കവളും ഇത് മുടിയൊക്കെ ചീട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങ് സന്തോഷമാവുകയാണ്. നീ തന്നെ കുഞ്ഞിനെ കണ്ണു വയ്ക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സത്യം ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്നും അങ്ങ് ശാരദാമ്മ അങ്ങ് പരിസരം മറന്നങ്ങ് സംസാരിക്കുകയാണ്. ദേ നോക്കിയേ, ശരിക്കും ഒരു പാവക്കുട്ടിയെ പോലെ തന്നെയുണ്ട്, ദേ കണ്ണുകളിലേക്ക് നോക്കിയേ, ഇത് എന്തായാലും ഇവളുടെ അച്ഛൻ്റെ ഇല്ല, എൻ്റെ കണ്ണ് എന്തായാലും ഇവൾക്ക് വയ്ക്കത്തൊന്നുമില്ല, ശരിക്കും ഇവളുടെ കണ്ണ് എൻ്റെ കണ്ണ് എന്തായാലും ഇവൾക്ക് വയ്ക്കില്ല എന്ന്, കണ്ണ് വയ്ക്കല്ലേ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത്. ഇവളുടെ കണ്ണുകൾ നോക്കി ശരിക്കും എൻ്റെ മോളുടെ തന്നെ, എൻ്റെ മോളുടെ ശാലിനിയുടെ എന്നിങ്ങനെ പറയുമ്പോൾ സത്യം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ പപ്പി അങ്ങ് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ശാരദാമ്മ ഉമ്മ വയ്ക്കുന്നതും ചെട്ടിപ്പിടിക്കുന്നതും ഒക്കെ അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ്. അന്നേരം എൻ്റെ അമ്മയുടെ എന്നിങ്ങനെ സത്യമോള് പെട്ടെന്ന് ചോദിക്കുമ്പോഴാണ് ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് പരിസരബോധം വരുന്നത്.
തുടർന്ന് സത്യ തൻ്റെ സംശയം അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കണ്ണെങ്ങനെയാണ് പപ്പിക്ക് വരുന്നത്, പപ്പിയുടെ അമ്മയുടെ കണ്ണല്ലേ വരുന്നതെന്ന് പറയുമ്പോൾ ശാരദാമ്മ അതെന്നും പറഞ്ഞ് തപ്പുമ്പോഴാണ് ശാലിനി പെട്ടെന്ന് ഹോട്ടലിനകത്തേക്ക് കയറി വരുന്നത്. അതെങ്ങനെ ശരിയാകും, എൻ്റെ കണ്ണെങ്ങനെയാണ് പപ്പിക്ക് വരുന്നത് എന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നീ തന്നെ പറഞ്ഞു കൊടുക്കുക, ഇവൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് തടി തപ്പുകയാണ്. അന്നേരം ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ പരിഹരിക്കാൻ വേണമല്ലോ എന്ന് ശാലിനി ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്. തുടർന്നും സത്യം അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ കണ്ണ് എന്തായാലും പപ്പിമോൾക്ക് വരില്ല, എൻ്റെ കണ്ണ് പോലത്തെ കണ്ണാണ് പപ്പിമോൾക്ക് എന്നാണ് അമ്മ പറഞ്ഞതെന്നിങ്ങനെ ശാലിനി പെട്ടെന്നങ്ങ് പറയുമ്പോൾ, ഓ അത്രയേ ഉള്ളൂ, അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് എന്നിങ്ങനെ സത്യമോള് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആശ്വാസത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മ. അങ്ങനെ ഗോപാലകൃഷ്ണനും പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, അതല്ലേ ഞാനും പറഞ്ഞതെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണനും ആ സംസാരം അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് പപ്പിമോൾ ഇപ്പോൾ വന്നു എന്നൊക്കെ ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വന്നേ ഉള്ളൂ, തെങ്ങിൻ്റെ അത്ര നീളമുള്ള പൊട്ട് വേണമെന്ന് പറഞ്ഞു, ദേ സത്യമ്മയുടെ പരിപാടിയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതിന് ഇവർക്ക് പൊട്ടല്ലല്ലോ ഇഷ്ടം, പാനിപൂരിയല്ലേ ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കുകയാണ്. സത്യം പറയണം, നിങ്ങൾ ഇന്നലെ പാനിപൂരി കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് അമ്മയെന്നും പറഞ്ഞ് സത്യം പറയുമ്പോൾ സത്യമേ പറയാവൂ, എങ്കിൽ അമ്മ വഴക്കൊന്നും പറയില്ല എന്ന് പറയുകയാണ്. അന്നേരം കഴിച്ച അമ്മേ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലേ വഴിവിലക്ക് നിന്നൊന്നും വാങ്ങി കഴിക്കല്ലേ, വൃത്തി കാണില്ല എന്നൊക്കെ. അന്നേരം സോറി അമ്മയെന്ന് ഇങ്ങനെ സത്യം പറയുമ്പോൾ ശാലിനി അങ്ങ് ചിരിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് പപ്പി പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് വാങ്ങി കഴിച്ചത്, നമ്മൾ രണ്ടുപേരും കഴിച്ചു, വിഷ്ണുവച്ചനും കഴിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കരുത് എന്നിങ്ങനെ ശാലിനി അങ്ങ് പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനിയുടെ ഡ്രൈവർ രാമേട്ടനാണെങ്കിൽ ആ തലേ ദിവസം അനുപല്ലവിയുടെ കയ്യിൽ രേഖാചിത്രം കൊണ്ട് ഏൽപ്പിച്ചിരുന്നല്ലോ ഒരു കമ്മീഷൻ ഓഫീസിൽ നിന്നൊരു പോലീസുകാരൻ, അത് കൊണ്ടുവന്ന് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കമ്മീഷൻ ഓഫീസിൽ നിന്നും രേഖാചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്, ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ശാലിനി ആ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് 5 വയസ്സിലുള്ള ഫോട്ടോ നോക്കി വരച്ചതല്ലേ, ആളിപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ തമ്മിൽ പരസ്പരം നോക്കുകയാണ്. അവരുടെ മനസ്സിലപ്പോൾ പോകുന്നത് അന്നേരം പിന്നെ ശാലിനിയുടെ പഴയ കുഞ്ഞുനാളിലെ ഫോട്ടോ കയ്യിലിപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പുതിയ ഫോട്ടോ വരയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം രണ്ടുപേരും നോക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ എന്താ പ്രശ്നം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് ഒരു ക്രിമിനലാണ്, കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നൊരു സംശയം, ആളുടെ വ്യക്തമായൊരു ഫോട്ടോ ഇല്ല, പഴയ കുഞ്ഞുനാളിലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ, അത് നോക്കി വരച്ചതാണ്, ഇതുകൊണ്ടൊരു ലുക്കൗട്ട് നോട്ടീസ് കൊടുത്താൽ ആളെ പിടികിട്ടും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അവരുടെ മനസ്സിൽ കൂടി ഓടുന്നത് ശാലിനിയുടെ പഴയ ഫോട്ടോ വെച്ച് പുതിയ ഇപ്പോഴത്തെ ഫോട്ടോ വരയ്ക്കാമെന്നുള്ള ചിന്ത തന്നെയാണ്. ഇതേസമയം ശാലിനി വീണ്ടും ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇന്നലെ അല്ലേ ഈ ലുക്കൗട്ട് നോട്ടീസ് കിട്ടിയത്, ഇന്നലെ തന്നെ എന്നെ ഏൽപ്പിക്കാൻ എന്താണെന്ന്. അന്നേരം അത് ഏൽപ്പിക്കാനുള്ള സാഹചര്യമായിരുന്നില്ല എന്നിങ്ങനെ രാമേട്ടൻ പറയുമ്പോൾ, എന്ത് സാഹചര്യമായിരുന്നാലും ഡ്യൂട്ടിയൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ, അത് ആ സമയത്ത് മാഡം പാനിപൂരി കഴിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് ചമ്മുകയാണ്. എല്ലാവർക്കും അങ്ങ് ചിരി വരുന്നുണ്ട്, എല്ലാവരും അങ്ങ് ചിരി അടക്കി പിടിക്കുകയാണ്. നേരത്തെ കുട്ടികളോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ശാലിനി കഴിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് ചിരി ആവേശം, എല്ലാവരും ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് വല്ലാതെ ആകുന്നുണ്ട്. അന്നേരം അനുപല്ലവി അവിടെ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് വിളിപ്പിക്കണമെന്നൊക്കെ രാമേട്ടൻ ചോദിക്കും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് രാമേട്ടനെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അങ്ങ് എല്ലാവരോടും പറയുന്നുണ്ട്, ആളുകൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ, സത്യയോടാണ് പറയുന്നത്, അമ്മ ഒരു ഭരണാധികാരിയല്ലേ, അപ്പോൾ സാധാരണ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, അതിനുവേണ്ടി കഴിച്ചാണെന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികളും ഇങ്ങനെ തലവുലുക്കി ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തെന്ന് ശാലിനി ചോദിക്കുകയാണ്. അല്ല, പാനിപൂരി ആളൊക്കെ കഴിക്കാൻ കൊള്ളാമോ എന്നിങ്ങനെ കളിയൊക്കെയാണ് ശാരദാമ്മ ചോദിക്കുന്നത്. അന്നേരം വല്ലപ്പോഴും ഒക്കെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ വിഷയം ശാലിനി അവസാനിപ്പിക്കുകയാണ്. ചമ്മല മാറ്റാൻ വേണ്ടി കഴിക്കാൻ എന്തെങ്കിലും ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് സത്യയാണെങ്കിൽ പപ്പിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അന്നേരം എങ്ങോട്ടത്തേക്കെന്ന് ശാലിനി ചോദിക്കുമ്പോൾ, പപ്പിയുടെ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇവിടെ മൊത്തം ചുറ്റി കാണിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിക്ക് കളക്ടർ മാഡത്തിന് എന്താ കഴിക്കാൻ വേണ്ടത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ, എനിക്ക് തെങ്ങിൻ്റെ അത്രയും നീളമുള്ള പുട്ടായിക്കോട്ടെ എന്നിങ്ങനെ അതേ ടോണിൽ കളിയാക്കി ശാലിനിയും പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് ഇത്രയും നീളത്തിന് മതിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് അതെടുക്കാനായിട്ട് പോവുകയാണ്. തുടർന്ന് പപ്പിയും സത്യയും കൂടി അനുപല്ലവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സത്യയാണെങ്കിൽ അനുപല്ലവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്, ആ പടം എവിടെ നിന്നാണ് വരച്ചതെന്നൊക്കെ. അന്നേരം ലുക്കൗട്ട് നോട്ടീസോ അത് പോലീസ് സ്റ്റേഷനിൽ വരച്ചു തന്നാണെന്ന് പറയുമ്പോൾ, പോലീസുകാരാണോ വരയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, അവരിങ്ങനെ സ്ഥിരമായിട്ട് ജോലികൾ ഏർപ്പിക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, പടം വരയ്ക്കുന്ന ആളിനെ ആർട്ടിസ്റ്റാണെന്നാണ് പറയുന്നത്, അത് വെച്ച് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം എന്നൊക്കെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സത്യ ചോദിച്ചറിയുകയാണ്. അന്നേരം എന്താ മോളെ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് തന്നെ ശാലിനി അനുപല്ലവിയെ വിളിക്കുന്നുണ്ട്. അനുപല്ലവി അങ്ങ്
പോവുകയാണ്. തുടർന്ന് നമുക്ക് അങ്ങോട്ടത്തേക്ക് എന്തിനാ അതൊക്കെ ചോദിച്ചതെന്ന് ഈ പപ്പിക്ക് മനസ്സിലായില്ല. പപ്പി സത്യമോളോട് ചോദിക്കുകയാണ്. അന്നേരം ചേച്ചി അമ്മയെ കണ്ടുപിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ പോകാമെന്ന് പറയുമ്പോൾ അയ്യോ അവിടേക്കോ, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനില്ലേ കൂടെ എന്നിങ്ങനെ പപ്പിയുടെ കൈ പിടിക്കുകയാണ് സത്യ. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ്. അന്നേരം സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ആ മുറ്റത്തേക്ക് നടന്ന് കയറുന്നതൊക്കെ ഈ പോലീസുകാരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അവരങ്ങ് അകത്തേക്ക് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് എന്നിങ്ങനെ വീണ്ടും പപ്പി പറയുമ്പോൾ പോലീസുകാരെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനില്ലേ കൂടെ വാ എന്നും പറഞ്ഞ് സത്യമാണെങ്കിൽ പപ്പിമോളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം അവിടെ നിന്ന് ഒരു കോൺസ്റ്റബിൾ ഇത് കളക്ടർ മാഡത്തിൻ്റെ കുട്ടിയല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. തുടർന്ന് അകത്തിരിക്കുന്ന ഒരു പോലീസുകാരനോട് ചെന്ന് സത്യ ചോദിക്കുകയാണ്, ഇവിടെയല്ലേ പടം വരച്ച് കൊടുക്കുന്നതെന്ന്. അന്നേരം പടമോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഡ്രോയിങ് എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാരന് മനസ്സിലാവുന്നില്ല. അന്നേരം ഡ്രോയിങ്ങോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സത്യ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ് ഉത്തരമില്ലാതെ. അന്നേരം പപ്പിമോളാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും കാണിക്കുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ വെച്ച് പടം വരയ്ക്കാനായിട്ട് ചിലപ്പോൾ ഏൽപ്പിക്കുമായിരിക്കും. പക്ഷേ നേരത്തെ കണ്ട പോലീസ് ശാലിനിയോട് വിളിച്ച് പറയുമായിരിക്കും മോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബാക്കി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.